അവിടെ നിന്ന് കഴിച്ചാ മതി. അയ്യടാ. ഓ അത് ശരി. അപ്പൊ ഞങ്ങളെയൊന്നും വിളിക്കാതെ നൈസായിട്ട് രണ്ടുപേരും കൂടി അങ്ങ് തട്ടാന്നായിരുന്നു പ്ലാൻ അല്ലേ മാഡം? വിളമ്പിയിട്ട് നിങ്ങളെ കൂടെ വിളിക്കാനിരുന്നതാ. ദേ നിങ്ങൾക്കുള്ള പങ്ക് എടുത്തോണ്ട് പോയി കഴിച്ചോളൂ. ഞങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ സ്വസ്ഥായിട്ടിരുന്ന് കഴിച്ചോട്ടെ. കട്ടുറും പാവല്ലേ. എന്താ ഒരു ടേസ്റ്റ്. അതാണ് കൈപുണ്യം കൈപുണ്യം എന്നൊക്കെ പറയുന്നത്. ബാലുവിന്റെ അമ്മ എന്നും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് അത് കഴിക്കാൻ ഇടയാകുമാറാകണേ. വേണ്ട വേണ്ട, ഇതൊരു ശീലമാക്കണ്ട. ആ സിഇഒയുടെ കൂട്ടുകാരൻ കിരൺ, അവൻ എന്തിന്റെ കേടായിരുന്നു, വൃത്തികെട്ടവൻ. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി. നിർത്ത്. അതെ, ആ ചാപ്റ്റർ ഞങ്ങൾ അവസാനിപ്പിച്ചു. അതിമേല് ഇനി ഒരു ചർച്ചയുമില്ല. പുതിയ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആ ഒരു പുതിയ കാര്യം ഞാൻ കേട്ടു. 2 ദിവസമായി. ആർക്കും ഒരു ടെൻഷൻ തരണ്ടെന്ന് കരുതി മനഃപൂർവ്വം പറയാത്തതാ. എന്താ അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഭവം? അല്ല, കമ്പനിയിൽ എന്തോ സെയിൽ ഡിസ്കഷൻ നടക്കുകയാണെന്ന് ഒരു ന്യൂസ് കേട്ടു. സെയിൽസ് ഡിസ്കഷനോ? എന്താ അത്? കമ്പനി ഏതോ ഒരു ഗ്രൂപ്പിനെ വിൽക്കാൻ പോകുന്നു. സംഗതി വളരെ കോൺഫിഡൻഷ്യലാ. ഏതോ വിദേശ കമ്പനി ടേക്ക് ഓവർ ചെയ്യാണത്രേ. ആരേറ്റെടുത്താലും നമുക്കെന്താ, കൃത്യമായിട്ട് ശമ്പളം കിട്ടിയാ മതി. അല്ല, പിരിച്ചുവിടൽ വല്ലതും ഉണ്ടാകുമെന്ന് ഒരു സംശയം മണക്കുന്നുണ്ട്. കരുനാവ് കൊണ്ടൊന്നും പറയാതെ. എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒക്കെ പുറത്തു പോയേണ്ടി വരുന്ന. ഇപ്പോഴേ ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. വരും പോലെ വരട്ടെ. തൽക്കാലം ബാലഗോപാലന്റെ അമ്മയുടെ കറിയും കൂട്ടി ഭക്ഷണം കഴിക്കാം. വാ. നിങ്ങളോട് കമ്പനിയാണോടാ? പിന്നെ അപർണേച്ച സൂപ്പറാ, കട്ട കമ്പനിയാ. ഞാൻ കരുതിയത് ഭയങ്കര ജാടയായിരിക്കുന്നു. ജാടയോ? അപർണേച്ച സിമ്പിൾ ആടി. അപർണേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒടുക്കത്തെ ജാടയായിരിക്കും. പക്ഷേ അപർണേച്ചി വേറെ ലെവല. അടുക്കളയെ കയറും, വീട് വൃത്തിയാക്കും. കാശുകാരിയാണെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല. അടുക്കള ജോലിയൊക്കെ ചെയ്യൂല്ലേ? പിന്നല്ലേ, നീയും അടുക്കള ജോലിയൊക്കെ പഠിച്ചോണം. അതെന്തിനാ? ജോലി എവിടെ? എന്റെ വീട്ടില്. കല്യാണം കഴിഞ്ഞാ നീ എന്റെ വീട്ടിലേക്കല്ലേ വരുന്നേ? കല്യാണം കഴിഞ്ഞാലോ? ആരുടെ കല്യാണം കഴിഞ്ഞ? ഒറ്റ ഇടി വെച്ചെരിഞ്ഞ്. അല്ല, കല്യാണം കഴിക്കാനൊക്കെ ഇനി വർഷം എത്ര വേണം? എത്ര വർഷം ആയിക്കോട്ടെ, എത്ര വർഷം കഴിഞ്ഞിട്ടായാലും നമ്മൾ കല്യാണം കഴിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത്. അങ്ങനല്ലേ? പിന്നെങ്ങനാ? പിന്നെ എങ്ങനെയെന്നോ ഞാൻ കാണിച്ചു തരാം. അയ്യോ വേണ്ട സാഗർ. കഴിക്കടോ, നമ്മൾ എല്ലാവരുടെയും കണ്ണിൽ ഫ്രണ്ട്സ് അല്ലേ? എന്നാ ശരി. കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ. മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കും അല്ലേടാ? അയ്യോ, അപ്പൊ ആ സുഭാഷിണി എന്ന് പറഞ്ഞത് നേരാ അല്ലേ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഓടി വഴിയിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് അതാണ് ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്നത്. അങ്കിളെ, ഞാൻ ഒന്ന് പറയട്ടെ. പോരുത്. ആരാണ് നിന്റെ അങ്കിള്? പറയടാ. കീർത്തന, ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എവിടെ പോവാടാ? നീ അങ്ങനെ പോകണ്ട. നിനക്ക് പോകേണ്ടിടത്തോട്ടെ
നിന്നെ ഞാൻ കാറി കയറ്റി കൊണ്ടുപോയിക്കോളാം കേട്ടോ. പിള്ളേച്ചന്റെ ഒച്ചയാണല്ലോ. സുധാമണി, ഞാനൊന്ന് നോക്കിട്ട് വരാം. മോളിതൊന്ന് നോക്കണേ. സുധാമണി, എന്താ എന്തു പറ്റി പിള്ളേച്ച? എന്താ വിളിച്ച? സ്വന്തം ഇള്ളപ്പിള്ളയോട് തന്നെ ചോദിച്ചു നോക്കൂ. എന്തെന്നാണ് മക്കളെ നേരെ ചൊവ്വേ വളർത്തിയില്ലെങ്കിലുണ്ടല്ലോ ഇവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്താ മുട്ടുകാല് തല്ലി ഓടിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയുക, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ പെൺമക്കളെയും സൂക്ഷിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനൊക്കെ വീട്ടിൽ കയറി. നിന്റെ ഇളയ സന്താനം ഉണ്ടല്ലോ, ഇവൻ എന്റെ കൊച്ചിനെ പഴിപ്പിക്കാൻ നോക്കുക. ഐസ്ക്രീം വാങ്ങിച്ച് കോരി കൊടുത്ത് മയക്കിയെടുക്കാൻ നോക്കുക. അതും പൊതു റോഡില് നാട്ടുകാർ കാണത്തക്ക വണ്ണം. ആന്റി ഞാൻ പറയാം. കീർത്തന മോളോട് ഞാൻ ചോദിച്ചിട്ടില്ല. പിള്ളേച്ചൻ പറഞ്ഞ സത്യമാണോടാ? ശരിയാ, കീർത്തനയ്ക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? മോളെ അങ്ങോട്ട് മാറി നിൽക്ക്. നമ്മളെ വീട്ടിലും ഇല്ലടാ ഒരു കുട്ടി. നീ അതെന്താ ആലോചിക്കാത്ത? ആന്റി ഞങ്ങള് ഫ്രണ്ട്സാ, ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഓ ഫ്രണ്ട്സ്? എന്തോന്ന് ഫ്രണ്ട്സ്? എന്തോന്ന് ഫ്രണ്ട്ലി? സുധാമണി, മൂത്ത മോൻ കാശുള്ള ഒരു കൊച്ചിനെ മയക്കിയെടുത്തു. അതുപോലെ ഇളയ മോനെ എന്റെ വീട്ടിലോട്ട് കയറ്റി വിടാനാണ് പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ചവിട്ടിക്കൂട്ടി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. എന്നത്താ ഒട്ടിക്കണോ? കാണട്ടെ ചവിട്ടി കൂട്ടുന്നത്. ബാക്കിയുള്ളവർക്കും ഉണ്ട് കൈയും കാലും ഒക്കെ. ഓ, ചവിട്ടി കൂട്ടാനും ഭിത്തിയിൽ ഒട്ടിക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സുധാമണി, നിനക്കെന്ന് ഞാൻ ഈ വീട് തന്നോ അന്ന് തുടങ്ങിയതാ എന്റെ ഈ തലവേദന. എല്ലാത്തിനും ഞാനുണ്ടല്ലോ. പിള്ള സാർ, അമ്മയുടെ നേർക്ക് ഇനി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലേ എന്നെ വരട്ടുകയാണോ? അനാവശ്യം പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? പിള്ള സാർ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പ കാണാം എന്ത് ചെയ്യുംന്ന്. സാഹചര്യത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയാൽ അവരുടെ അച്ഛനും അമ്മമാർക്കും വേദനിക്കും. പക്ഷേ ഇവിടെ ഈ രണ്ടു പേരും അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് കൂട്ടുകാരാ. ഫ്രണ്ട്ലി ആയിട്ടാ പെരുമാറുന്നേന്ന് മോള് പറയുകയും ചെയ്തു. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ട രീതി ഇതല്ല. അയ്യോ അയ്യോ, എന്നാലേ സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ. സാറിന്റെ രീതി വെച്ച് എത്ര പറഞ്ഞു തന്നാലും സാറ് പഠിക്കുന്ന തോന്നുന്നില്ല. കൊച്ചേ, നീ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇവരുടെ ലെവലിൽ നിന്ന് നീ സംസാരിക്കണ്ട. എന്റെ ലെവൽ നോക്കാൻ എനിക്കറിയാം, അത് സാറ് പഠിപ്പിക്കണ്ട. ഏത് കുടുംബത്തിൽ നിന്ന് വന്നതായാലും ഇപ്പൊ ഇതാണ് എന്റെ കുടുംബം, ഇതാണ് എന്റെ അമ്മ. സാഗറിനോടോ ബാലുവിനോടോ സാർ എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷെ അമ്മയോട് ആളാവാൻ നോക്കിയാ ചോദിക്കാൻ ഞാനുണ്ട്. ബഹുമാനം കൊടുത്തു വേണം ബഹുമാനം വാങ്ങാൻ. വഴക്കുണ്ടാക്കാൻ വന്നപ്പോ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാ സാറ് തന്നെ സാറിന്റെ വില കളഞ്ഞു.
എന്റെ വില എന്താണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. ആ ആയിക്കോട്ടെ സാർ. ആ പിന്നെ സാർ പറഞ്ഞില്ലേ ബാലു എന്നെ കറക്കിയെടുത്തുന്ന്? അല്ല സാറേ, ഞാനങ്ങ് കറങ്ങി വീണു പോയതാ. അതാ സത്യം. ഓഹോ ആടി നിന്നെ അങ്ങനെ ഇപ്പൊ ആർക്കും കറങ്ങി അങ്ങോട്ട് വീണ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു. നടക്കടി. മോളെ കളിക്ക്, മോളെ കളിക്ക്. ആ, സാഗർ അകത്തേക്ക് വാ. വാ അമ്മേ. ആ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ബാലു, നമ്മൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവനെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ ഉപദേശിക്കണ്ട. അപർണേച്ചി, ഏട്ടാ, അമ്മേ, സോറി. ഞാൻ ആ പിള്ളേച്ചന്റെ മുമ്പിൽ നിന്ന് വേർത്തത് കോളനിക്കാരെല്ലാരും കാണുന്നോണ്ടായിരുന്നില്ല. അപർണ മോളെ പറ്റി ആലോചിച്ചിട്ടാ. ഇതൊന്നും ശീലമില്ലാതെ വേറൊരു രീതിയിൽ ജീവിച്ച ആളാ ഈ കുട്ടി. നമ്മളെ വഴക്കും ബഹളവും ഒക്കെ കാണുന്നതിലുള്ള നാണക്കേടായിരുന്നു എനിക്ക്. മതി മതി അമ്മ, വിഷയം മാറിപ്പോന്നു. സാഗറും കീർത്തനയാ ഇവിടെ വിഷയം. അത് മാറി വിഷയം വലിയ വീട്ടിലെ കുട്ടിയായി. എനിക്ക് പ്രധാനം മോള് തന്നെയാ. ബാലുവിന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരുമ്പോ നമ്മള് മോളോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അമ്മ ഒന്ന് നിർത്ത്. ഈ വീട്ടിലെ ഒരാളായതുകൊണ്ടാ ഞാൻ പിള്ളയോട് പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞത്. വലിയ വീട്ടിലെ കുട്ടിയായിട്ടാ നിന്നതെങ്കിൽ വഴക്ക് നടക്കുമ്പോ ഞാൻ എന്റെ മുറി കയറിയിരുന്ന് എന്റെ കാര്യം നോക്കുമായിരുന്നല്ലോ. പറഞ്ഞു പറഞ്ഞു നിങ്ങളൊക്കെ കൂടി എന്നെ അന്യ വീട്ടിലെ ആളാക്കല്ലേ പ്ലീസ്. മോളെ സാഗർ, നിന്റെ ഇഷ്ടത്തെയും സ്നേഹത്തെയും കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നീ തീരുമാനിക്കേണ്ടതാ. പക്ഷെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കീർത്തനയുടെ അത്രയും പ്രായമില്ലെങ്കിലും ഇവിടെ ഒരാളുണ്ട്, മീനാക്ഷി. എന്താ എന്താ മോനെ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞേ? കാര്യം എന്താന്ന് വെച്ചാ എന്റെ ഗെയിം പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഓ, തെളിച്ചു പറയണം മോനെ. അവളുടെ കല്യാണ ദിവസം ഞാൻ എടുത്തില്ലേ ഒരു ശപഥം, എത്രയും പെട്ടെന്ന് അവളെ ഞാൻ സ്വന്തമാക്കുമെന്ന്. ആ ശപഥം നടക്കാൻ പോവാങ്ങളെ. അതെങ്ങനെ? അതെങ്ങനെയെന്ന് വൈകാതെ ഞാൻ അങ്കിളിനോട് പറയാം. അങ്കിള് ചെയ്യേണ്ട എന്താന്ന് വെച്ചാ, ഞാനാണ് അപർണയ്ക്ക് ഏറ്റവും യോജിച്ച ഭർത്താവെന്ന് യാമിനി എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം 2-3 വട്ടം പറയണം. പറഞ്ഞു പറഞ്ഞ് എന്റെ ഒരു സാന്നിധ്യം അവിടെ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കണം. അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, നിന്റെ അപർണയുടെയും കാര്യത്തില് ഞാനൊരു പുതിയ പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട, പ്ലാനൊക്കെ ഞാൻ തന്നെ നടത്തിയെടുത്തോളാം. അതിനിടെ അങ്കിൾ ഇടപെട്ട് കുളമാക്കണ്ട. അത് മാത്രമല്ല, അങ്കിളിനെ കൊണ്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ആക്കാൻ പറ്റില്ല. അങ്കിള് ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് ഏത് സമയം ഞാൻ അപർണയെ വിവാഹം കഴിച്ചേക്കുമെന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ അതിന് ഫുൾ സപ്പോർട്ട് തരണമെന്നും പറഞ്ഞ് യാമിനി ആന്റിയും കുടുംബത്തെയും ഒതുക്കി നിർത്തണം. പറഞ്ഞില്ലേ, അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. യാമിനി ഇപ്പോഴേ ഒരുങ്ങി തന്നെയാ. അതിരിക്കട്ടെ, എന്താണ് നിന്റെ പ്ലാൻ? അത് ഞങ്ങളോട് പറയടാ പ്ലീസ്. അത് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. അങ്കിളെ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിച്ചാലേ അതിനൊരു ത്രില്ലില്ല. അത് അങ്കിളെ കണ്ടു തന്നെ അറിഞ്ഞാ മതി.
പരിക്ക് പറ്റിയത് കാരണം ഞാൻ സ്കൂളിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ചു കാണും അല്ലേ? ഇന്ന് മുതൽ ഞാൻ സ്കൂളിൽ വന്നു തുടങ്ങും. 2 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിക്കോളാനാ ഡോക്ടർ പറഞ്ഞേ. സൂരജ് പ്ലീസ്. എന്ത് പ്ലീസ്? ഇന്നലെ രാത്രി നടന്നത് നീ നടത്തിയ നാടകമല്ലേ? ഞാൻ വന്നൂന്ന് നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് എന്നോടൊരു അഭിനയം. ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു. സൂരജ് അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ശരി. ഇനി ഞാൻ പറയുന്നിടത്ത് നീ വരും. നിന്നെ ഞാൻ വരുത്തിയിരിക്കും. ഇന്നലെ നീ കാരണം എല്ലാരും കൂടി എന്നെ കള്ളനാക്കിയില്ലേ, തല്ലാൻ ഓടിച്ചില്ലേ? അതിനൊക്കെ ഞാൻ നിന്നോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. അന്ന് എന്നെ തല്ലിയ നിന്റെ ആങ്ങളമാർ എന്റെ കാലിൽ വന്ന് വീഴും. അവർ എന്നോട് മാപ്പ് ചോദിക്കുന്നത് നീ കാണും. സൂരജ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് സൂരജ്. പഠിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം എനിക്കിപ്പോ ഉള്ളൂ. ഞാനൊന്ന് പഠിച്ചോട്ടെ. നീ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ മീനാക്ഷി. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. നിന്നെ മാത്രമല്ല, എന്നെ തല്ലിയ നിന്റെ ചേട്ടന്മാരും പഠിക്കും കുറെ പാഠങ്ങൾ. ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് നിന്റെ പുതിയ ചേച്ചിയില്ലേ, ആ അപർണ, അവളും അനുഭവിക്കും. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ വരണം. ഇതിലെന്താണെന്ന് അറിയാലോ? ആ വീഡിയോ ലോകം മുഴുവൻ കാണും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വിളിക്കും. എല്ലാം പ്ലാൻ ചെയ്തിട്ടാകും വിളി വരുന്നത്. അപ്പോ വീണ്ടും നാടകം കളിക്കാൻ നിൽക്കണ്ട, പറയുന്നിടത്ത് വന്നോണം. മോളെ ഒരു കോളനിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിന് നീ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. വാ, വന്ന് ഭക്ഷണം കഴിക്കും. ആഹാരം കഴിക്കാതെ അസുഖമൊന്നും വരുത്തണ്ട. അമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ പട്ടിണി കിടന്ന് മരിക്കാനാണോ നിന്റെ ഭാവം? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. എന്തൊരു ചോദ്യങ്ങളാ! ആരോന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോ കാണാൻ നല്ല ചേലാണല്ലോ. എനിക്ക് മടുത്തു ഈ ജീവിതം. യാമിനി, നീ ദേഷ്യം കാണിക്കുന്നത് പട്ടിണി കിടന്ന് സ്വന്തം ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടാവരുത്. അവിടെ ചെന്ന് അവരെ വിറപ്പിക്കണം. ആദ്യം ഈ വീട്ടിലെ ഒരാളെ നമ്മൾ അവിടെ നിർത്തണം. നമ്മുടെയാൾ അവിടെ നിന്ന് അവരെ തമ്മിൽ തെറ്റിക്കണം.